ഏതായാലും കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു അല്പസമയം മുമ്പ്. മാർച്ച് 2-ന് കേരളത്തിലെ ലിസ്റ്റ് വരും എന്നാണ്, അന്തിമ ലിസ്റ്റ് മാർച്ച് 2-ന് ഉണ്ടാകുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ലിസ്റ്റ്, അതായത് ശനിയാഴ്ചയോടുകൂടി കേരളത്തിലെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ്. KPCC പ്രസിഡന്റ് മാറി നിന്നാലും മത്സരിക്കാൻ ആളുണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഇപ്പോഴും കണ്ണൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് കാര്യം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം നേരത്തെ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞതാണ് എന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സുധാകരൻ ഒരുപക്ഷെ ജയരാജനെ നേരിടാൻ കണ്ണൂരിലുണ്ടാവില്ല എന്ന സൂചനകൾ കൂടി ഇഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുകൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നമുക്ക് BJPയുടെ അന്തിമ ലിസ്റ്റ് അതൊരു പക്ഷേ ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ പ്രഖ്യാപിച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയും ചില സസ്പെൻസുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന പേര് രാജീവ് ചന്ദ്രശേഖരൻ്റെതാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അത് പ്രാഥമിക പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസ് ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങി എന്നും ചില വിവരങ്ങൾ പുറത്തു വരുന്നു. നിർമ്മല സീതാരാമൻ്റെയും S ജയശങ്കറിൻ്റെയും പേര് കൂടി അന്തരീക്ഷത്തിലുണ്ട്. അതും പ്രധാനപ്പെട്ട ഒന്നാണ്. മുതിർന്നവർ, അതായത് കുമ്മനം രാജശേഖരനും PK കൃഷ്ണദാസും അടക്കമുള്ളവർ മത്സരരംഗത്തുണ്ടാകില്ല എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ കൊല്ലത്ത് കുമ്മനത്തിൻ്റെ പേര് കേട്ടിരുന്നു. പക്ഷേ ഇത്തവണ കേൾക്കുന്ന ഏറ്റവും പുതിയ പേര് കൊല്ലത്ത് കേൾക്കുന്നത് ശോഭ സുരേന്ദ്രൻ്റെതാണ്. ശോഭ സുരേന്ദ്രൻ ഒരു പക്ഷേ കൊല്ലത്ത് മത്സരിച്ചേക്കാം എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് MT രമേശ്, പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പേര് കേൾക്കുന്നു. കാരണം അനിൽ ആന്റണി ക്രിസ്ത്യൻ മുഖമാണ്, BJP അവതരിപ്പിക്കുന്ന ക്രിസ്ത്യൻ മുഖമാണ്. PC ജോർജിന് സാധ്യത ഇല്ലാതായാൽ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത് അല്ലെങ്കിൽ സന്ദീപ് വാചസ്പതിയുടെ പേരാണ് ഏറ്റവും സജീവമായി തന്നെ പരിഗണനയിലുള്ളത്. കോഴിക്കോട്ട് MT രമേശിൻ്റെ പേരും ഇത്തരത്തിൽ കേൾക്കുന്നുണ്ട് എന്നതാണ്. കോട്ടയം നമുക്കറിയാം BDJS സീറ്റാണ്, അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എറണാകുളത്ത് AN രാധാകൃഷ്ണൻ, മലപ്പുറത്ത് അബ്ദുള്ള കുട്ടി അടക്കമുള്ള പേരുകൾ, വടകരയിൽ പ്രഫുൽ കൃഷ്ണൻ്റെയും പേര് BJPയുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് VV അരുണിലേക്ക് ഒന്ന് പോകണം. അരുൺ, ഇന്ന് സെൻട്രൽ കമ്മിറ്റിയാണ് നമുക്കറിയാം പ്രധാനമായും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടത്. പക്ഷേ അപ്പോഴും ചില തീരുമാനങ്ങൾ പൂർണ്ണമായും തിരുവനന്തപുരത്തെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണ് നമുക്ക് ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായി കാണാൻ സാധിക്കുന്നത്? ഏതായാലും ശോഭന മത്സരിക്കുന്നില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ആദ്യ പേരുകാരൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയല്ലേ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ആദ്യ പേരുകാരൻ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കേന്ദ്രീകരിക്കുന്നു. വൈകാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും മറ്റു ചില പേരുകൾ കൂടി ചില നേതാക്കളെങ്കിലും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ച നിർമ്മലാ സീതാരാമൻ അവസാന വട്ടം ശശി തരൂർ നേരിടാൻ നിർമ്മലാ സീതാരാമൻ തന്നെ വന്നേക്കുമെന്ന പ്രതീക്ഷ പുലർത്തുന്ന BJPയുടെ വലിയൊരു നേതൃവിഭാഗം തലസ്ഥാനത്തുണ്ട്. അതുമില്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് ഭാഗ്യം പരീക്ഷിക്കും എന്ന പ്രതീക്ഷ പുലർത്തുന്നവരുമുണ്ട്. ഏതായാലും വലിയ സസ്പെൻസ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് BJPയിൽ ഇപ്പോഴും തുടരുന്നു. സംസ്ഥാന നേതാക്കൾക്ക് തന്നെ കൃത്യമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിനും വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം. ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാമർ മുഖമാണ് എതിർ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം BJPയുടെ എക്കാലത്തെ എ ക്ലാസ് മണ്ഡലമാണ്. BJP സംസ്ഥാനത്ത് ആ രീതിയിൽ ശക്തിപ്പെടാത്ത കാലത്ത് പോലും തിരുവനന്തപുരം മണ്ഡലം BJPക്ക് കൈയയച്ച് സഹായിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ BJP തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഏറെ പ്രാധാന്യത്തോടെ കാണുന്നു. നേരത്തെ തൃശൂരൊക്കെ BJPയുടെ പ്രധാനപ്പെട്ട വിജയസാധ്യതയുള്ള ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു എന്ന കാര്യം വരുമ്പോൾ തിരുവനന്തപുരത്ത് BJP തഴയുകയാണെന്ന ചോദ്യം നേതാക്കൾക്കെതിരെ വീഴുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ തിരുവനന്തപുരത്ത് തഴയില്ല. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന ഉറപ്പാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ വളരെ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ വീണ്ടും നിർമ്മലാ സീതാരാമന്റെ പേരിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ ഒരിക്കൽ കൂടി ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുമെന്ന കാര്യമൊക്കെയാണ് അറിയേണ്ടത്. ഇന്ന് വൈകിട്ടോ നാളെയോ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക, ഈ പ്രധാനപ്പെട്ട 5-6 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പുറത്തുവരും, കേന്ദ്ര നേതൃത്വം പുറത്തുവിടുമെന്നാണ് BJP കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന സൂചന. അതിൽ തന്നെ ആറ്റിങ്ങൽ ഇതിനകം സ്ഥാനാർത്ഥി ആരെന്ന കാര്യം ഉറപ്പിച്ചതാണ്. V മുരളീധരൻ
മാസങ്ങൾക്ക് മുമ്പ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ പ്രചരണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. മറ്റു മണ്ഡലങ്ങളിലെ കാര്യവും നീ സൂചിപ്പിച്ച പോലെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഒരു തെക്കൻ ജില്ലയിൽ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് തൊട്ടടുത്ത മണ്ഡലമായ കൊല്ലത്തേക്ക് ശോഭാ സുരേന്ദ്രൻ മാറിയേക്കും. അവിടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം ഉപകരിക്കുമെന്ന പ്രതീക്ഷ ബിജെപിക്കുണ്ട്. നമുക്കറിയാം ആറ്റിങ്ങലിൽ ബിജെപി ചരിത്രത്തിലില്ലാത്ത തരത്തിൽ വോട്ട് പിടിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മണ്ഡലത്തിൽ സമാനമായ രാഷ്ട്രീയ സാഹചര്യമുള്ള സാമുദായിക ഇക്വേഷൻസ് ഒക്കെ ഉള്ള ഒരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുന്ന പ്രതീക്ഷ ബിജെപി കേന്ദ്രങ്ങൾക്കുണ്ട്. അതാണ് കൊല്ലത്തിന്റെ അവസ്ഥ. മറ്റു മണ്ഡലങ്ങളിൽ പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിൽ പല പേരുകൾ ഷോൺ ജോർജ് അതുപോലെ പി സി ഓറിന് പകരം അനിൽ ആന്റണി എന്ന പേരൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എം ടി രമേശ് മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ്, കോഴിക്കോട് മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തൃശൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് വളരെ മുൻപന്തിയിൽ തന്നെ പ്രചരണ രംഗത്ത് പോലും സുരേഷ് ഗോപി എത്തിക്കഴിഞ്ഞു. അവിടെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അവിടുത്തെ നേതാക്കളൊക്കെ CPI നേതാക്കളൊക്കെ പറയുന്നത് നേരിട്ടുള്ള മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്ന് പറയുമ്പോഴും BJP അവിടെ അനിഷേധ്യ സാന്നിധ്യമാണ്. സുരേഷ് ഗോപി വളരെ ശക്തമായ BJPയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കുതിച്ചുയർത്താൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ്. ആ വലിയ വിജയപ്രതീക്ഷ BJPക്ക് ഇപ്പോഴുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തൃശൂരിൽ അഭിമാന പോരാട്ടമായി BJPക്ക് മാറുന്നുണ്ട്. 2 ഡിജിറ്റ് എന്ന പ്രധാനമന്ത്രിയുടെ ആഗ്രഹം, അദ്ദേഹത്തിന്റെ അവകാശവാദമൊക്കെ അതുവരെ എത്തിയില്ലെങ്കിൽ പോലും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ തന്നെയാണ് BJPയുടെ ശ്രമം. അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിലും നേതൃത്വം നൽകുന്നത്. അതാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തന്നെ പ്രഥമ പരിഗണനയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുന്ന കേന്ദ്ര നേതൃത്വമാണ് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നിർമ്മലാ സീതാരാമനും ജയശങ്കറും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന കേന്ദ്രമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ സ്റ്റേറ്റ്മെന്റാണ് പ്രവർത്തകർക്കിടയിൽ അല്പം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അത് ആ തരത്തിൽ വന്നാൽ ഒരുപക്ഷെ നിർമ്മലാ സീതാരാമൻ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വന്നേക്കാം. നമുക്കറിയാം അരുൺ, കുമ്മനം രാജശേഖരൻ ശക്തമായ പോരാട്ടം കഴിഞ്ഞ തവണ തരൂരിനെതിരെ നടത്തിയിരുന്നു. അതിനു മുൻപ് രാജഗോപാലിന്റെ സാന്നിധ്യം ശക്തമായി തലസ്ഥാനത്തുണ്ട്. അവർ രണ്ടുപേരും മാറി നിൽക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ കടന്നു വരുമ്പോൾ എന്താണ് BJP പ്രതീക്ഷിക്കുന്നത്? ഒരു ടെക്നോക്രാറ്റാണ്, സ്വാഭാവികമാണ്. തരൂരിനെ നേരിടാൻ പറ്റിയ ഒരു മുഖവുമാണ്. അതിനപ്പുറത്തുള്ള മറ്റെന്തെങ്കിലും അത്ഭുതങ്ങൾ തരൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പന്നിൻ രവീന്ദ്രൻ വരുമ്പോൾ ഒരു വലിയ മത്സരം ഉണ്ടാകും. CPM-ഉം അല്ലെങ്കിൽ LDF-ഉം അഭിമാന പോരാട്ടമായി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ അത്ര ഗൗരവം കൊടുക്കാതിരുന്നൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. അങ്ങനെ ഒരു ത്രികോണ മത്സരം വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു BJP? അതാണ് BJPയുടെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിനോട് അത്ര താല്പര്യം കാട്ടുന്നില്ല. പക്ഷേ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനിക്കുമ്പോൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത് പോരാ എന്ന ഒരു നിലപാടെടുക്കാനോ സംസ്ഥാന നേതൃത്വത്തിൽ അത്ര ശക്തിയുള്ള ആരും ഇല്ല എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ പേരിനോട് അത്ര താല്പര്യം സംസ്ഥാന നേതാക്കൾക്കില്ല. അവിടെയാണ് അവർ പ്രധാനമായും ഈ ചില പേരുകളിലേക്ക് പോകുന്നത്. അവിടെ നിർമ്മലാ സീതാരാമൻ തന്നെ വരുമെന്ന പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം അതാണ്. നിർമ്മലാ സീതാരാമൻ വന്നാൽ ഒരുപക്ഷെ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ഇത് മാറും. നമുക്കറിയാം നിർമ്മലാ സീതാരാമന്റെ വ്യക്തിത്വം. അവർ നിരന്തരം തലസ്ഥാനത്ത് വന്നുപോകുന്ന നേതാവാണ്. തമിഴ് നാട്ടിൽ നിന്നുള്ള നേതാവാണ്. അവർക്ക് മലയാളം നന്നായി മനസ്സിലാകുന്ന നേതാവാണ്. നമുക്കറിയാം ഓഖി സമയത്ത് തലസ്ഥാനത്ത് തീരമേഖലകളിൽ അവർ ജനങ്ങളെ കയ്യിലെടുത്ത് മുഖ്യമന്ത്രിക്ക് പോലും ഒരുപക്ഷെ വലിയ പ്രതിഷേധം നേരിട്ട ഒരു സ്ഥലത്ത് നിർമ്മലാ സീതാരാമൻ എന്ന സംസ്ഥാനത്തിന് പരിചിതമല്ലാത്ത ഒരു മുഖം വന്ന് അവർ ജനങ്ങളെ കയ്യിലെടുത്ത് നമ്മൾ കണ്ടതാണ്. ആ ഒരു വ്യക്തിപ്രഭാവം നമുക്കറിയാം. ശശി തരൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ് വോട്ട് ബാങ്ക് തീരമേഖലയാണ്. തീരമേഖല ഉൾപ്പെടുന്ന 3-4 മണ്ഡലങ്ങളാണ്. അവിടെയാണ് ശശി തരൂർ BJPയെ മറികടന്ന് എക്കാലത്തും അവിടെയൊക്കെ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വിജയത്തിന് പ്രധാന ഘടകമായി മാറുന്ന വോട്ട് ബാങ്ക് അവിടെയാണ്. അതിൽ വിള്ളലുണ്ടാക്കാൻ, തീരമേഖലയിൽ വിള്ളലുണ്ടാക്കാൻ നിർമ്മലാ സീതാരാമന്റെ സാന്നിധ്യം കൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷ BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പേരിനെ BJP നേതാക്കൾ നിർമ്മലാ സീതാരാമൻ വരുമെന്ന് അവർ ആവർത്തിച്ച് പ്രതീക്ഷ വയ്ക്കുന്നത്. അവർ മാധ്യമങ്ങളോട് പറയുമ്പോഴും അത്തരമൊരു പേരിന് പ്രാമുഖ്യം നൽകുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നാൽ അത്രയധികം ഒരു പോരാട്ടം തരൂരിനെതിരെ നടത്താൻ പ്രാപ്തനായ സ്ഥാനാർത്ഥിയാണോ എന്ന കാര്യമാണ് സംശയമായി BJPയുടെ തലസ്ഥാനത്തെ നേതാക്കളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അവിടെ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൂടി വന്നാൽ ഒരു ത്രികോണ മത്സരം അതിനെല്ലാ ശക്തിയോടുകൂടി നടക്കുമെന്ന ഉറപ്പുമാണ്. അതിന് കാരണം CPM-ന്റെ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ് പന്നിൻ രവീന്ദ്രൻ. തിരുവനന്തപുരത്ത് CPM നേതൃത്വം ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം തരൂരിനെ നേരിടാൻ. തിരുവനന്തപുരത്തെ ഇടതുമുന്നണിയുടെ പ്രതാപം തിരിച്ചുപിടിക്കാൻ അത്തരമൊരു സ്ഥാനാർത്ഥി വേണമെന്ന CPM നേതൃത്വത്തിന്റെ ആവശ്യമാണ് പന്നിൻ രവീന്ദ്രൻ എന്ന ഒരുപക്ഷെ സജീവ രാഷ്ട്രീയത്തിനകം മാറി നിന്ന്
സംസ്ഥാന കൌൺസിൽ പോലും ഇതിനുശേഷമാണ് അദ്ദേഹം ക്ഷണിതാവായി വീണ്ടും എത്തിയത്. അത്തരമൊരു നേതാവിലേക്ക്, മുൻ എംപിയിലേക്ക്, മുൻ സംസ്ഥാന സെക്രട്ടറിയിലേക്കൊക്കെ എത്താൻ കാരണം സിപിഎമ്മിന്റെ കൂടി ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു. ശക്തനായ ഒരു പേര് ഇവിടെ വെക്കാൻ വേണം. സിപിഎം പ്രവർത്തകർക്ക് ആ രീതിയിൽ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ, വോട്ടുകൾ ഇടത് വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ പോൾ ചെയ്യപ്പെടാതിരിക്കാൻ ഉള്ള അവസരമുണ്ടാക്കണം. അങ്ങനെ അതിനുവേണ്ടിയാണ് പന്ന്യൻ രവീന്ദ്രന്റെ പേരിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖറാണ് ബിജെപി സ്ഥാനാർത്ഥി വരുന്നെങ്കിൽ അതിശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് അത് മാറുമെന്ന പ്രതീക്ഷ ഇടത് കേന്ദ്രങ്ങളും പങ്കുവയ്ക്കുന്നു. ഒരുപക്ഷേ ഇടത് വോട്ടുകളെല്ലാം ഉറപ്പിക്കാനായാൽ അതൊരു വിജയത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആ രീതിയിൽ ഇടത് കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നിർമ്മലാ സീതാരാമൻ വന്നാൽ കളം വീണ്ടും മാറും, കളി വീണ്ടും മാറും. നേരിട്ടുള്ള പോരാട്ടമായി അവിടെ ശശി തരൂർ നിർമ്മലാ സീതാരാമൻ പോരാട്ടം മാറും. ഒരുപക്ഷെ അവിടെ ഈ പന്ന്യൻ രവീന്ദ്രന്റെ സാധ്യതകൾ തീരെ ദുർബലമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബിജെപി നേതൃത്വവും ആഗ്രഹിക്കുന്നത് നിർമ്മലാ സീതാരാമൻ പോലെ ശക്തമായ ഒരു പേരാണ്. അതുമില്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ തവണ വിജയിക്കുമെന്ന് പല ഘട്ടത്തിലും തോന്നലുളവാക്കാൻ കഴിഞ്ഞ നേതാവാണ്. ആ രീതിയിൽ ബിജെപി പ്രവർത്തകർ ഏറ്റെടുത്ത നേതാവാണ്. ആ രീതിയിലുള്ള വലിയ സ്വാധീനം ബിജെപി പ്രവർത്തകർക്കിടയിലും ഒരു വിഭാഗത്തിനിടയിലും ഒക്കെ ഉള്ള നേതാവാണ്. എങ്ങനെയെങ്കിലും കുമ്മനം രാജശേഖരനും വേണം. അതാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു ആവശ്യം. പക്ഷേ ഒരു കടുത്തൊരു ആവശ്യമായോ അല്ലെങ്കിൽ ഡിമാൻഡായോ ഇത് മുന്നോട്ട് വയ്ക്കാൻ ജില്ലാ നേതൃത്വം തയ്യാറാകില്ല. കേന്ദ്രം നൽകുന്ന പേര് തന്നെ മത്സരരംഗത്തേക്ക് ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകും. പക്ഷേ അവർ ആഗ്രഹിക്കുന്ന പേരുകൾ, ആദ്യ പേര് തീർച്ചയായും നിർമ്മലാ സീതാരാമനാണ്, മറ്റൊന്ന് കുമ്മനം രാജശേഖരനുമാണ്. അതാണ്, കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ച ആളാണ്. അദ്ദേഹം 1,00,000-നടുത്ത് ഭൂരിപക്ഷത്തിൽ തോറ്റുവെങ്കിൽ പോലും, സരൂരിനോട് തോറ്റുവെങ്കിൽ പോലും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചിരുന്നു. ഇപ്പോഴും സജീവമാണ് അദ്ദേഹം. മറ്റൊന്ന് അരുൺ, ഈ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഓഫീസ് എടുത്താണ് അവിടെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് അദ്ദേഹം സ്റ്റേ ചെയ്യുന്നത് കേരളത്തിൽ വരുമ്പോൾ എന്നുള്ളതും പ്രത്യേകതയാണ്. മറ്റൊന്ന്, സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൽ ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അതിന് മാറ്റമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. പാലക്കാട്ട് കൃഷ്ണകുമാറും അവിടുത്തെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. വലിയ മത്സരം വി കെ ശ്രീധരനോട് കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അങ്ങനെ ഈ 3 മണ്ഡലങ്ങളിലാണ് ഏതാണ്ട് ഒരു ഉറപ്പായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഒപ്പം ആലപ്പുഴയിൽ സന്ദീപ് വചസ്പതിയുടെയും ലിഷ രഞ്ജിത്തിൻ്റെയും പേരുകൾ പരിഗണിക്കുന്നു. ലിഷ രഞ്ജിത്ത് നമുക്കറിയാം, രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയാണ്. PFI ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയാണ്. അവരുടെ പേരിന് പരിഗണനയുണ്ട്. RSS ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ അവർ മത്സരിച്ചേക്കാം എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ സന്ദീപിന്റെ പേരും കാര്യമായി തന്നെ അവിടെ പരിഗണിക്കപ്പെടുന്നു. അങ്ങനെ ഈ 3 മണ്ഡലങ്ങളിലെങ്കിലും പാലക്കാട്, തൃശ്ശൂര്, ഒപ്പം ആറ്റിങ്ങൽ, അവിടെ വലിയ പോരാട്ടം BJP പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും രഞ്ജിത്തെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തലസ്ഥാനത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരുപക്ഷെ നിർമ്മലാ സീതാരാമൻ പോലുള്ള അത്ര ശക്തമായ ഒരു സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ഏറ്റവും സംസ്ഥാനത്തിന് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറുമെന്ന് ഉറപ്പാണ്. കാരണം അവിടെ മത്സരിക്കുന്നത് നിലവിലെ MP-യാണ്, അടൂർ പ്രകാശാണ്. CPM കോട്ടയിൽ ഇടിച്ചു കയറി അവിടെ ആധിപത്യം നേടിയ നേതാവാണ്. വളരെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ തുടങ്ങിവെച്ച CPM-ന്റെ എല്ലാ വീക്ക് പോയിന്റുകളും മുതലാക്കിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ നേതാവാണ് അടൂർ പ്രകാശ്. അദ്ദേഹത്തെ നേരിടാൻ ഇറങ്ങുന്നത് CPM-ന് ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എടുത്തു കാട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തനായ മുഖം തന്നെയാണ്. ജില്ലാ സെക്രട്ടറിയാണ്, വർക്കല MLA ആണ് വി ജോയ്. അങ്ങനെ വി ജോയും അടൂർ പ്രകാശം വരുമ്പോൾ BJPക്കും അവരുടെ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവിനെ, കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള വി മുരളീധരനെ അത്ര ശക്തനായ സ്ഥാനാർത്ഥിയാണ് BJP നിർത്തുന്നത്. BJP പലയിടത്തും നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരെന്ന ചർച്ചകളിലൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായ ഹോംവർക്ക് ചെയ്ത് വളരെ കൃത്യമായ ഗൃഹപാഠം നടത്തി കൃത്യമായ എവിടെയൊക്കെ BJP കടന്നു കയറാം, ഏതൊക്കെ മേഖലകളിൽ BJP ദുർബലമാണ്, അതെങ്ങനെ പരിഹരിക്കാമെന്ന് വളരെ താഴെത്തട്ടിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയാണെങ്കിൽ രാജ്യസഭാംഗമായിട്ട് മന്ത്രിസഭയത്തിൽ ആളാണെങ്കിൽ പോലും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പരിപാടികളിലൊക്കെ നിറസാന്നിധ്യമാണ് കഴിഞ്ഞ 2 വർഷത്തിലേറെയായി വി മുരളീധരൻ. അദ്ദേഹം നിരവധി പരിപാടികൾ ദിവസേന എന്നോണം അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ തന്നെ കൃത്യമായി ഒരു പരിപാടിയിലെങ്കിലും, രാഷ്ട്രീയ പരിപാടിയാകാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പരിപാടിയാകാം, ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാമാവാം, അങ്ങനെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാന മേഖലകളിൽ വി മുരളീധരൻ ഉണ്ട് എന്നത് വസ്തുതയാണ്. ആറ്റിങ്ങൽ മാറിയ ആറ്റിങ്ങലാണ് നമുക്ക് പറയേണ്ടി വരും. വളരെ കൃത്യമായി BJPക്ക്
സ്വാധീനം വർദ്ധിക്കുന്ന ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രഭാവം ഏറുന്ന ബി.ജെ.പി വോട്ടുകൾ വർദ്ധിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗത്താകട്ടെ, കാട്ടാക്കടയാകട്ടെ, അങ്ങനെ വർക്കലയാകട്ടെ, അങ്ങനെ കൃത്യമായി ബി.ജെ.പി അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു മേഖലയാണ് ആറ്റിങ്ങൽ. അവിടെ ഭീമരുടേനെ പോലെ ശക്തനായ നേതാവ് വരുമ്പോൾ സ്വാഭാവികമായും കടുത്ത പോരാട്ടത്തിന് പ്രതീക്ഷിക്കപ്പെടണം. ഒരുപക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും ശക്തിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ ഞാൻ മറന്നുകൊണ്ട് പറയുകയല്ല, തൃശൂരിനൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ആറ്റിങ്ങൽ മാറുമെന്ന ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തിനടുത്ത് വോട്ടാണ് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ പിടിച്ചത്. അതിനടുത്ത് എത്തേണ്ട അല്ലെങ്കിൽ അത് മറികടക്കേണ്ട ഒരു പ്രത്യേക താല്പര്യം തീർച്ചയായും മുരളീധരനും ഉണ്ടാകും. അതൊരു അഭിമാന പോരാട്ടം കൂടിയായി മാറും. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാകുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന് നേരത്തെ രഞ്ജിത്ത് ചോദിച്ച പോലെ തൃശൂരാണ്. തൃശൂരും ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇടതുമുന്നണിയും വലതുമുന്നണിയുമായാണ് പരസ്പരം ഏറ്റുമുട്ടുന്നതെന്ന് വലതു മുന്നണി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ബി.ജെ.പിയെ സ്വാധീനം നമുക്കറിയാം. സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വളർച്ച, വോട്ടിന്റെ എണ്ണത്തിലുണ്ടാക്കിയ വളർച്ച, അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ലഭിക്കുന്ന സ്വാധീനം, ഒരു സിനിമാ താരം എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി ആർജിച്ച ഒരു കരുത്തുണ്ട്. സ്വാഭാവികമായും തൃശൂർ ആ രീതിയിൽ സംസ്ഥാനം ശ്രദ്ധിക്കുന്ന, ഒരുപക്ഷെ രാജ്യം ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമായി തൃശൂർ മാറും. അത്തരത്തിൽ ആ 2 മണ്ഡലങ്ങളും ബി.ജെ.പി വളരെ പ്രതീക്ഷയോടെ കാണുന്നു. പാലക്കാട് നമുക്കറിയാം, ബി.ജെ.പിയുടെ വളർച്ച ക്രമാനുഗതമായ വളർച്ചയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന് മാത്രമല്ല, പാലക്കാട് ജില്ലയിലാകെ ബി.ജെ.പി കൃത്യമായ വേരോട്ടം, ശക്തമായ വേരോട്ടം ഉണ്ട്. അത് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ അവിടെയൊക്കെ ഈ തൃശൂരും ആറ്റിങ്ങലും ഉള്ളതുപോലെ സാധ്യത, അല്ലെങ്കിൽ അത്തരം സാധ്യത ബി.ജെ.പി തന്നെ കാണുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. എങ്കിലും പാലക്കാടും ശക്തമായ പോരാട്ടം നടക്കാവുന്ന ഒരു മണ്ഡലമാണ്. കാരണം പാലക്കാടിന്റെ പൊതു രാഷ്ട്രീയ സ്വഭാവം ഇടതിന് അനുകൂലമാണ്. കോൺഗ്രസ് മാറി മാറി അവിടെ കോൺഗ്രസിനും പിന്തുണ നൽകുന്ന മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ആ രീതിയിൽ ഈ തൃശൂരും ആറ്റിങ്ങൽ നൽകുന്ന പോലൊരു പ്രതീക്ഷ ബി.ജെ.പിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും അതിന്റെ ഉത്തരം. പക്ഷേ അവിടെയും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കും. പത്തനംതിട്ട നമുക്കറിയാം, പത്തനംതിട്ട കഴിഞ്ഞ കുറേ നാളുകളായി വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ ബി.ജെ.പിയുടെ അന്തിമ 120 മണ്ഡലങ്ങളിലെ ദേശീയതലത്തിൽ പ്രഖ്യാപിക്കും. അതിൽ കേരളത്തിലെ 6 മണ്ഡലങ്ങളുടെയെങ്കിലും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞേക്കാം എന്നാണ് മനസ്സിലാകുന്നത്. രാജീവ് ചന്ദ്രശേഖർ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കൊല്ലത്ത് ശോഭാ സുരേന്ദ്രന്റെ പേരാണ് സജീവമായി ഉള്ളത്. ഒപ്പം മറ്റ് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോവിന്ദൻ